ആദ്യം ഓർമ്മയിൽ വരുന്ന പേര് പോത്തൻ ജോസഫിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പോത്തൻ ജോസഫിൻ്റെ ഒരു കളരി തന്നെ ബോംബെയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചൊരു ചെറിയ ലഘു ജീവചരിത്രം ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പോത്തൻ ജോസഫാണ് ബോംബെയിലെ ബോംബെയിലെ ഇംഗ്ലീഷ് പത്രപ്രവർത്തന ലോകത്ത് ഒരു കുലപതി എന്ന് പറയാം. പിന്നെയാണ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നതും പിന്നെ അതിനുശേഷം പാകിസ്ഥാൻ്റെ പത്രമായ ഡോണൊക്കെ എഡിറ്റ് ചെയ്യുന്നത്, ഡോണിൻ്റെ എഡിറ്ററായിട്ടൊക്കെ പോകുന്നതും. പോത്തൻ ജോസഫ് ആണ് പിന്നെ വളരെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ പത്രപ്രവർത്തനം രംഗത്ത് പിന്നെ ബോംബെക്ക് നൽകുന്നത്. പോത്തൻ ജോസഫിൻ്റെ ശിഷ്യന്മാരായിട്ടാണ് പിന്നെ ഒരുപാട് ജേർണലിസ്റ്റുകൾ അവിടെ വരികയും പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ തന്നെ റിസർച്ച് ചെയ്യുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടാണ് ശങ്കരാടിയെ കണ്ടെത്തുന്നത്. ശങ്കരാടി ബോംബെയിൽ ഒരു പത്രപ്രവർത്തനമായിട്ട് തുടങ്ങിയാണ്. തീർച്ചയായിട്ടും പിന്നെ ഗുജറാത്തിൽ പോയിട്ട് തിരിച്ചു വരികയും പിന്നെ ബോംബെയിൽ കുറേ നാൾ പത്രപ്രവർത്തകനായിട്ട് ശങ്കരാടി നിൽക്കുകയും അതിനുശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് സിനിമാ രംഗത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ശങ്കരാടി വരെയുള്ള ആളുകൾ, ഇപ്പോൾ പോത്തൻ ജോസഫ് മുതൽ ശങ്കരാടി വരെയുള്ള ആളുകൾ ബോംബെയിലെ മാധ്യമരംഗത്ത് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മാധ്യമരംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വലിയ കോൺട്രിബ്യൂഷൻസ്. മുംബൈ മലയാളികൾ വളരെ ആവേശത്തോടെയാണ് കലാകൗമുദിയെ സ്വീകരിച്ചത്. കാരണം നമ്മുടെ ഈ മലയാള വാർത്തകൾ ഇന്നലെ ചാനലുകളില്ല, മലയാള വാർത്തകൾ കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. തന്നെയുമല്ല മലയാളികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെയധികം രാഷ്ട്രീയ പ്രബുദ്ധരാണ്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങളൊക്കെ എന്താണെന്ന് അപ്പോഴപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ബോംബെയിൽ വന്നതോടുകൂടി ഇതെല്ലാം പെട്ടെന്ന് കിട്ടുക എന്നുള്ള അതിന് വലിയൊരു തടസ്സം നേരിട്ടു. അപ്പോൾ തടസ്സം നേരിട്ടപ്പോൾ എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? മുംബൈ മലയാളികളുടെ ഇപ്പോഴത്തെ ഒരു പ്രകൃതം നാടിനെ അപ്പടി കോപ്പി ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയുടെ ഒരു കൾച്ചർ ഇൻകൾക്കേറ്റ് ചെയ്യാൻ നമുക്ക് തലമുറകളായിട്ടും സാധിച്ചിട്ടില്ല, അടുത്ത ജനറേഷന് പോലും സാധിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെയല്ല, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ബോംബെയിൽ ഒരു മലയാളി കൾച്ചർ, മലയാളി സ്വത്വം, മലയാളി ഐഡൻറ്റിറ്റി അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ. മറ്റുള്ള ഭാഷാ വിഭാഗങ്ങളെ അപേക്ഷിച്ച് മലയാളികൾ അതിനകത്ത് വളരെ യാഥാസ്ഥിതിയിലും വളരെ സ്റ്റിക്കപ്പാണ്. സ്വന്തം സംസ്കാരത്തോടും സ്വന്തം ഭാഷയോടും ഒക്കെ ഒരു മലയാളിയെ കാണുമ്പോൾ പെട്ടെന്ന് മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ രംഗത്തുള്ള ചലനങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള വലിയൊരു വ്യഗ്രത മലയാളിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ യാതൊരു നിവൃത്തിയുമില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ 4-5 ദിവസത്തിന് ശേഷം ബൈ പോസ്റ്റ് വരുന്ന മാതൃഭൂമി, മനോരമ പത്രങ്ങൾ ഈ ലോക്കൽ ട്രെയിനുകളിൽ ഇരുന്ന് വായിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ആവേശത്തോടെ, വളരെ ചുരുക്കം ചില ആളുകൾ കിട്ടാനുള്ള ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കൊക്കെ വാർത്തകൾ അങ്ങ് ആറിത്തണുത്ത് പോകും. മലയാളികളുടെ ഒരു പ്രകൃതം അനുസരിച്ച് ചൂടോടെ വാർത്തകൾ കേൾക്കുക. പ്രത്യേകിച്ച് ഇലക്ഷൻ കാലഘട്ടമൊക്കെ വരുമ്പോൾ അയാൾ വളരെ ഞെരിപിരി കൊള്ളുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്, വോട്ടെണ്ണുമ്പോൾ ആരാണ് ജയിക്കുന്നത്, തങ്ങളുടെ മണ്ഡലങ്ങളിലെ മന്ത്രിസഭ ആരാണ് വരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വലിയ പിന്നെ ഈ ഇംഗ്ലീഷ് വാർത്തകളെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു അധികം മലയാളത്തിനോ അല്ലെങ്കിൽ മലയാളത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടുള്ള വാർത്തകളില്ല. ഇംഗ്ലീഷ് പത്രങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഈ നമ്മുടെ മലയാളത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വഴി നമുക്ക് മലയാളത്തിലെ വാർത്തകൾ കിട്ടാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ കലാകൗമുദി പത്രം വരുന്നത്. അപ്പം ഈ തെരുവിലെ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ ഞാൻ തെരുവുകളിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴക്കാലത്ത് ഓർക്കുന്നു, ഓരോ ആളുകളുടെ കയ്യിലും കലാകൗമുദി പത്രങ്ങൾ ഇങ്ങനെ കാണാം. ഈ കരിക്ക് വെട്ടുന്ന ആളുകൾ, അവരൊക്കെ ഇങ്ങനെ എൻ്റെ പത്രങ്ങൾ ആവേശത്തോടെ വായിക്കുന്ന രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കാണുന്നുണ്ട്. പിന്നെ ലോക്കൽ ട്രെയിനുകളിൽ വളരെയധികം മലയാളികളിങ്ങനെ മലയാള പത്രം തുറന്നു വെച്ച് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്നു. അപ്പോൾ അത് വളരെ അതിൻ്റെ പീക്കിലേക്ക് പോകുന്നു. പ്രത്യേകിച്ചും അതിൻ്റെ ഞായറാഴ്ച പതിപ്പ് വിജു നായർ വന്നതോടുകൂടി അത് വളരെയധികം ശക്തമാകുന്നു. അതിൻ്റെ ദൈക്ഷണിക ലെവലിൽ ഒരു വാർത്തകൾ അപ്പുറത്തേക്ക് അത് കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ അപ്പാടെ പകർത്തുന്നു. എനിക്ക് നിസ്സംശയം പറയാം, അക്കാലത്ത് ഇറങ്ങിയിരുന്ന ഏറ്റവും നല്ല ഞായറാഴ്ച പതിപ്പ് ബോംബെ കലാകൗമുദിയുടെ ആയിരുന്നു. അതിൽ പ്രഗത്ഭരായ ആളുകൾ പുതിയ പുസ്തകങ്ങൾ റിവ്യൂ ചെയ്യുക, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പുസ്തകങ്ങൾ റിവ്യൂ ചെയ്യുക, അങ്ങനെ ഇംഗ്ലീഷും മലയാളത്തിനും ഒരുമിച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല പുസ്തക റിവ്യൂ അതിനകത്ത് വന്നിരുന്നു. പിന്നെ നല്ല ലേഖനങ്ങൾ വന്നിരുന്നു. എം പി നാരായണപിള്ളയുള്ള ആളുകൾ നല്ല കോളം ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിന്നെ നാട്ടിലെ പല എഴുത്തുകാരും അതിനകത്ത് ഗസ്റ്റ് റൈറ്റേഴ്സായിട്ട് വന്നിട്ട് ലേഖനങ്ങൾ എഴുതിയിരുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ വളരെ ഉയർന്ന നിലവാരത്തിൽ അത് പിന്നെ കൊണ്ടുപോവുകയായിരുന്നു, നടന്നു പോവുകയായിരുന്നു. മലയാളികൾ വളരെ നല്ല സ്വീകരണമാണ് കലാകൗമുദിക്ക് നൽകിയത്.
പിന്നെ അതിനുശേഷം ഞാൻ 96 ഞാൻ ബോംബെ വിട്ട് ട്രാൻസ്ഫർ ആയി പൂനെക്ക് പോകുന്നത്. പൂനെക്ക് പോയതിന് ശേഷം അത് ഗ്രാജുവലി അതിൻ്റെ ഗ്രാഫ് താഴോട്ട് പോവുകയും ആ സമയത്ത് വേറെ പത്രങ്ങൾ അവിടെ ആരംഭിക്കുകയും മാതൃഭൂമിയും മനോരമയും സമാന്തരമായിട്ട് ഏറ്റവും അടുത്തടുത്ത കാലങ്ങളിൽ വരികയും അവർ ആ സ്പേസ് അവർ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിൻ്റെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്, ആ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ തീർച്ചയായിട്ടും ബിജു വി നായർ വിട്ടുപോയത് വളരെ ഒരു നെഗറ്റീവായിട്ട് തന്നെ അതിനെ ബാധിച്ചിരുന്നു പറയാം. ആ ഒരു നിലവാരം പിന്നെ ക്രമേണ അതിന് കുറഞ്ഞു വരുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം.